ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, നമുക്ക് പ്രഷർ കുക്കറിൽ പെട്ടെന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? കുക്കറിൽ നമ്മൾ പാൽപ്പായസം കേട്ടിട്ടുണ്ട്, പക്ഷേ സേമിയ പായസം അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലല്ലേ. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു 15 മിനിറ്റ് മതി എല്ലാം കൂടി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെയ്തിട്ടില്ലാത്തവർ എക്സാക്റ്റ് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്, കശുവണ്ടി പരിപ്പ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഇടുക. പിന്നെ ഈ നമ്മുടെ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർ ഈ ഒരു സമയം ഉണക്കമുന്തിരിയും കൂടെ ചേർത്തോളുക. എനിക്ക് പായസത്തിൽ ഉണക്കമുന്തിരി ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണക്കമുന്തിരി ചേർത്തിട്ടില്ല. നമ്മുടെ കാഷ്യൂനട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുമക്കൊന്ന് വറുത്തെടുക്കണം, സാധാരണ നമ്മൾ പായസത്തിന് വറക്കുന്ന ആ ഒരു പാകത്തിന്. എന്നിട്ട് ഇതിലേക്ക് ഇനിയിപ്പം 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പിന് 1 കപ്പ് സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി വറുത്ത സേമിയയാണ്, പക്ഷെ എന്നാലും വെറുതെ നെയ്യിലിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. വറക്കാത്ത സേമിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയം ആ സേമിയ ഇട്ട് നല്ലോണം വറുത്തെടുക്കണം. വറുത്താണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊന്ന് ഇളക്കിയിട്ടെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതാണ് കണക്ക്. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം. ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ കപ്പിനകത്ത് കറക്റ്റായിട്ട് അളന്നെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ സാധാരണ വെള്ളം, നോർമൽ വാട്ടർ യൂസ് ചെയ്യുന്നത്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല കേട്ടോ. അപ്പം അത് 2 കപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നല്ലോണം ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പം ഇത് കുക്കറങ്ങ് അടച്ച് നമ്മൾ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 4 ഏലക്കയും കൂടി ഇടുന്നുണ്ട്. ഏലക്ക ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ പായസത്തിൽ അങ്ങനെ കടിക്കാൻ കിട്ടുന്നതിനോട് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം ഞാൻ ഏലക്ക മുഴുവനായിട്ട് അങ്ങ് ഇട്ടതാണ്. അതല്ല, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അവസാനം വാങ്ങുന്നതിന് മുന്നേ ഏലക്ക ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒറ്റ വിസിൽ കേട്ടപ്പം ഇത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ അതിനകത്തെ പ്രഷർ റിലീസ് ചെയ്യണം കേട്ടോ. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സേമിയ കുഴഞ്ഞു പോവും, പിന്നെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതാ ഇപ്പം പ്രഷറെല്ലാം റിലീസ് ചെയ്തിട്ട് കുക്കർ തുറന്നിട്ടുണ്ട്. കാണുമ്പോൾ കുഴഞ്ഞു പോയി എന്നൊക്കെ തോന്നും, ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ടാണ് സേമിയ ഇരിക്കുന്നത് കേട്ടോ. ഒട്ടും എന്ത് കുഴഞ്ഞു പോവില്ല. കറക്റ്റ് വേവിന് നമുക്ക് ഈ ഒരു രീതി ചെയ്തെടുത്താൽ കിട്ടും. അപ്പോൾ അതിലിപ്പോൾ കണ്ട കുറച്ച് വെള്ളവും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ബാക്കി പാല് ആഡ് ചെയ്ത്, ഇപ്പോൾ 1 ലിറ്ററിൻ്റെ പാലാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 3/4 ലിറ്റർ ചേർക്കുന്നുള്ളൂ. 1/4 ലിറ്റർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇനി എന്തെങ്കിലും കാരണവശാൽ പായസം കുറച്ച് കൊഴുത്തു പോകും എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പിന്നെ ഈ പാല് തിളപ്പിച്ച അവസാനം വേണമെങ്കിൽ അതിലേക്ക് ഒഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ലിറ്റർ മാറ്റി വെക്കുന്നുണ്ട്. 3/4 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിരിക്കുന്നത്. മധുരം അധികം വേണ്ട എന്നുള്ളവർ, അല്ലെ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർ ഈ 1/2 കപ്പ് പഞ്ചസാര നിർത്തിയാൽ മതി. അതല്ല, കണ്ടൻസ് മിൽക്ക് ഇഷ്ടമാണ്, മധുരം അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ പഞ്ചസാരയുടെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്കിവിടെ പായസത്തിന് നല്ല മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അര കപ്പ് പഞ്ചസാരയും ബാക്കി കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അമൂലിൻ്റെ മിഠായി മീറ്റ് എന്നും പറഞ്ഞൊരെണ്ണം കിട്ടുമല്ലോ, ചെറിയൊരു ഡപ്പ, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടില്ല കേട്ടോ, പകുതിയെ ഒഴിച്ചിട്ടില്ല. മുഴുവൻ ഒഴിക്കണം, ഭയങ്കര മധുരമായിപ്പോവും. അപ്പോൾ ഇത് പാലൊന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ ഈ കണ്ടൻസ് മിൽക്ക് കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പാല് തിളയ്ക്കാൻ അധികം സമയം വേണ്ടി വരില്ല, കാരണം കുക്കറിൽ ഓൾറെഡി ഈ വെള്ളം എല്ലാം കൂടെ ചൂടായി കിടക്കുന്നു. ഇതൊഴിച്ച് ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് പാലും തിളച്ച് കിട്ടും. അപ്പോൾ ആ സമയം ഇതിലേക്ക് ഈ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. മധുരം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പം എനിക്ക് കുറച്ചുകൂടെ വേണം തോന്നിയിട്ട് ഞാനൊരു ഇച്ചിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ശരിക്കും ഞാനൊരു ഇതിനകത്ത് അര ഭാഗമേ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നല്ലോണം ഇതൊന്ന് ഇളക്കി അധികം കുറുക്കാൻ നിൽക്കരുത്. കുറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ആറിക്കഴിയുമ്പം വീണ്ടും കുറുകിപ്പോമല്ലോ. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പായസത്തിൽ ഉപ്പ് ചേർക്കാറില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, കാരണം നമുക്ക് ആ മധുരം കറക്റ്റ് ബാലൻസ് ആയി കിട്ടും പായസത്തിൽ 1 നുള്ളു ഉപ്പ് ചേർത്താൽ. ഇതായി പിരിഞ്ഞു പോവോ ഒന്നുമില്ല കേട്ടോ. കറക്റ്റ് ഈ ഒരു സമയം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 നുള്ളു ഉപ്പ് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. ഞാനത് എപ്പോഴും ചേർക്കാറുണ്ട്. ഇതുവരെ എനിക്ക് പായസം അങ്ങനെ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഒത്തിരി ഉപ്പിടരുത്, ഒറ്റ 1 നുള്ളു ഉപ്പ് ഇടാവും, ആ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിയാൽ പായസത്തിന് വേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അത് ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം അടച്ച് വെച്ച് കുറച്ച് ഒരു 10
മിനിറ്റൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേനും നമുക്കത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും പായസം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏലക്കാപ്പൊടി ചേർക്കേണ്ടവർ ഈ സമയം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വീണ്ടും കാണാം. ലവ് യു ആൾ. ബൈ.